അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും. ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരെപ്പോഴും ആലോചിക്കും ഇതെങ്ങനെ നമുക്ക് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കൂടുതലുണ്ടാക്കാൻ പറ്റും എന്ന് ആലോചിക്കാറുണ്ട്. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ എൻ്റെ ഈ ബുക്കിൻ്റെ പാർട്ടായിട്ട് ഈ ബിസിനസ് എങ്ങനെ തുടങ്ങി എന്നതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ആ ബുക്കിൽ ചെയ്തിട്ടുണ്ട്. പലരും വീഡിയോയിൽ കമൻറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ബിസിനസ് എങ്ങനെ തുടങ്ങി എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ തീർച്ചയായിട്ടും പറയാം. ഓക്കെ, അതിൻ്റെ ഓർഡറിൽ പറയാം ഇൻഷാ അല്ലാഹ്. പക്ഷേ ഇന്ന് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അത് ഞാൻ എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല, ബിസിനസ്സിൻ്റെ ജനറലി ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഞാൻ ഉറുദു ലാംഗ്വേജിൽ ഫ്ലുവൻ്റാണ്, സംസാരിക്കാനും അതേപോലെ തന്നെ മനസ്സിലാക്കാനും സാധിക്കും. ഉറുദു നന്നായിട്ട് അറിയാം. ഉറുദു വായിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. അറബിയുടെ സെയിം പദങ്ങളാണെങ്കിലും ഉറുദു എഴുതുന്ന സ്റ്റൈൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ കുറച്ച് മെനക്കെട്ടിരുന്നാൽ വായിക്കാനും പറ്റും ഇൻഷാ അല്ലാഹ്. പക്ഷെ ഞാൻ പറയാൻ കാരണം, ഉറുദുവിൽ നമ്മുടെ വടക്കേ ഇന്ത്യയിലും അതേപോലെ തന്നെ വടക്കേ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഉറുദു സംസാരിക്കുന്ന വളരെയധികം പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഈ പണ്ഡിതന്മാരുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ എല്ലാ പണ്ഡിതന്മാരും അവർക്ക് അവരവരുടേതായ ഒരു സ്റ്റൈലുണ്ട്. അവർക്ക് ചില ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരു ശേഷി കൂടുതലുണ്ടാവും. പല ഡിഫറെൻറ്റ് സ്റ്റൈലുണ്ട്. അപ്പം ഞാൻ ഒരു നമ്മുടെ ഉറുദു സംസാരിക്കുന്ന ഒരു പണ്ഡിതനാണ് മൗലാന താരിഖ് ജമീൽ. ലോകത്തിലെല്ലാവരും അറിയപ്പെടുന്ന ഉറുദു സ്പീക്കിംഗ്, അദ്ദേഹം ഉറുദുവിൽ സംസാരിക്കാറുള്ളൂ. ഉറുദു സ്പീക്കിംഗ് വേൾഡ് എന്ന് പറയാം, അവിടെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് മൗലാന താരിഖ് ജമീൽ. അദ്ദേഹം തബ്ലീഗ് ജമാഅത്തായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ സനത് ഞാൻ അദ്ദേഹം പറഞ്ഞ് കേട്ടിട്ടില്ല, അത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇത് സനത് ചോദിക്കാതെ അല്ലെങ്കിൽ സനത് മനസ്സിലാക്കാതെ പറയാനുള്ള കാര്യം വെച്ചാൽ ഇത് നമ്മുടെ ദീനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതായത് നമുക്കിത് ഈ ഫിഖ് ആയിട്ടുള്ള മാറ്ററോ അല്ലെങ്കിൽ നമ്മുടെ അക്കീദ ആയിട്ടുള്ള മാറ്ററോ അല്ല. ഇത് ബിസിനസ്സിൻ്റെ ഒരു പോളിസിയാണ്. അതുകൊണ്ട് ജനറൽ പോളിസി ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. അപ്പോൾ മൗലാന താരിഖ് ജമീൽ സാഹിബ് പറയുന്നൊരു കാര്യം, ഇദ്ദേഹം നമ്മുടെ അബ്ദുറഹ്മാൻ ഇബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത കമ്പാനിയൻസിൽ സഹാബികളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഈ 10 സഹാബികൾക്ക് അതായത് സ്വർഗം വാഗ്ദാനം ചെയ്ത കൂട്ടത്തിലുള്ള ഒരു സഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇദ്ദേഹം വളരെ അധികം ധനമുള്ള ആളായിരുന്നു, ബിസിനസ്സിൽ വളരെയധികം കഴിവുള്ള ആളായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഈ അബ്ദുറഹ്മാൻ ഇബിൻ ഔഫ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം ഹിജ്റ ചെയ്ത് മദീനത്ത് വന്നപ്പോൾ, മദീനത്ത് എത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കൊക്കെ മദീനയിലുള്ള സഹാബികളുമായിട്ട് അവിടെ ഓരോ സഹാബിയായിട്ട് ഒരു പെയറാക്കി, അതായത് ഒരാളെ അസൈൻ ചെയ്ത്, അങ്ങനെ അബ്ദുറഹ്മാൻ ഇബിൻ ഔഫ് റളിയല്ലാഹുവിനെ അസൈൻ ചെയ്ത സഹാബി, അതായത് മദീനക്കാരൻ സഹാബി ഹോസ്റ്റ് അബ്ദുറഹ്മാൻ ഇബിൻ ഔഫ് റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ പകുതി എടുത്തോ എന്ന് പറഞ്ഞു. അതായത് മെറ്റീരിയലായിട്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ പകുതി എടുത്തോ. എനിക്ക് 2 വൈഫുണ്ട്, ഞാനൊരു വൈഫിനെ തലാക്ക് ചൊല്ലാം, നിങ്ങൾ ആ വൈഫിനെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അതായത് നിങ്ങൾ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്തുണ്ടോ അത് പകുതി നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു പറഞ്ഞു, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ എനിക്കൊന്ന് മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. ഇത് അറിയപ്പെടുന്നൊരു സംഭവമാണ്. നിങ്ങളെനിക്ക് എവിടെയാണ് മാർക്കറ്റ്, എവിടെയാണ് സംഗതി സാധനം വിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് താരിഖ് ജമീൽ സാബ് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യമല്ല, പല പ്രസംഗത്തിലും മൂപ്പരുടെ ക്ലാസ്സിലും ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്.
ഈ സഹാബിക്ക് വളരെയധികം ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനോട് ആരോ ചോദിച്ചു, നിങ്ങളുടെ ഈ ബിസിനസ്സിൻ്റെ സക്സസ്സിന് കാരണം എന്താണ്, എന്താണ് നിങ്ങളുടെ ബിസിനസ് സ്ട്രാറ്റജി, എന്താണ് ടെക്നിക്ക്, എന്താണ്? അപ്പം 3 കാര്യങ്ങളാണ് അബ്ദുറഹ്മാൻ ഇബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. 3 കാര്യങ്ങൾ. ഓക്കെ. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, ഞാൻ സാധനങ്ങൾ വിൽക്കുന്നത് വലിയ പ്രോഫിറ്റ് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ഒരു കാര്യവും ഒരു സംഗതിയും ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല, അത് പിടിച്ചു വെക്കത്തില്ല. ചെറിയ പ്രോഫിറ്റ് കിട്ടിയ സംഗതി ഞാൻ വിൽക്കും. അതായത് പ്രോഫിറ്റ്, അങ്ങനെ വലിയ പ്രോഫിറ്റ് വേണമെന്ന് പറഞ്ഞൊരു സാധനം വെക്കത്തില്ല. അത് ചെറിയ പ്രോഫിറ്റ് ആയാലും പ്രോഫിറ്റ് കിട്ടിയാൽ ഞാനത് വിൽക്കും. അത് നമ്പർ വൺ പോളിസി. നമ്പർ 2 പോളിസി അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും ഞാൻ വിൽക്കുന്ന സാധനത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഡാമേജ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതിനകത്ത് ന്യൂനതകളുണ്ടെങ്കിൽ അത് ന്യൂനത ഞാൻ പറയും. അതായത് ഇന്നതാണ്, ഈ സംഗതിക്കകത്ത് ഇങ്ങനെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യമുണ്ട്, നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ വേണ്ട വിട്ടേക്ക് എന്ന് പറയും. അതായത് കബളിപ്പിച്ച് ഞാൻ ഒരു കാര്യവും മറച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യവും ഞാൻ വിൽക്കത്തില്ല എന്ന് പറഞ്ഞു. അത് രണ്ടാമത്തത്. മൂന്നാമത്തെ പോളിസി അദ്ദേഹം പറഞ്ഞത്, ഞാൻ സാധനം വാങ്ങിക്കുന്നത്, അതായത് വിൽക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് രൊക്കം കാശ് കൊടുത്ത് വാങ്ങിക്കും, കടത്തിന് വാങ്ങിക്കത്തില്ല. ഞാൻ വിൽക്കുന്നത് അതും രൊക്കം കാശിന് വിൽക്കും, കടത്തിന് വിൽക്കത്തില്ല. അപ്പോൾ ഈ 3 പോളിസി, ഒന്ന്, ചെറിയ ലാഭം കിട്ടിയാൽ ഞാനത് വിൽക്കും. 2, എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി അറിയിച്ചിട്ട് ഞാൻ വിൽക്കും, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറയും. മൂന്നാമത്തേത്, രൊക്കം കാശ് കൊടുത്ത് വാങ്ങിക്കും, രൊക്കം കാശിന് വിൽക്കും. ഈ കടം വിൽക്കുന്ന പരിപാടിയില്ല. യഥാർത്ഥത്തിൽ ബിസിനസ്സിലുള്ള ആൾക്കാർ, ഓക്കെ, നിങ്ങൾ ഈ കേൾക്കുന്ന പ്രേക്ഷകരിൽ ചിലപ്പം നല്ലൊരു ശതമാനം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു പക്ഷേ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ്. ഞാൻ ഒരു ബിസിനസ്സുകാരനായിരുന്നില്ല, ഞാൻ ടെക്നോളജി കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എങ്ങനെ ഇതിനകത്ത് എത്തിപ്പെട്ടു എന്നുള്ളത് ഇൻഷാ അല്ലാഹ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊരു രസകരമായ സംഭവമാണ്. എൻ്റെ സൈക്കോളജി നേരത്തെ ഉണ്ടായിരുന്നത് എന്താണ്, അത് കഴിഞ്ഞ് പിന്നെ എന്തായി എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ കുറച്ച് വളരെ വ്യക്തമായ, അതായത് ഈ 3 പോളിസീസ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. അതായത് ഇത് വളരെ പ്രാക്ടിക്കലാണ്, സക്സസിൻ്റെ ഒരു റെസിപ്പിയാണെന്ന് തന്നെ പറയാം. ഓക്കെ. എസ്പെഷ്യലി ഈ നമ്മുടെ സാധനം വാങ്ങിക്കുന്നതും വിൽക്കുന്നത്, കടത്തിന് വാങ്ങിക്കുന്നത് കടത്തിന് വിൽക്കുന്നത്, അതിൽ വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ്. ആൾക്കാർ കടത്തിന് വാങ്ങിച്ച്, ഇപ്പം നമ്മൾ ഒരു പക്ഷേ സത്യസന്ധനാണ്, നമ്മളൊരു സ്ഥലത്ത് നിന്ന്, ഒരു ഹോൾസെയിൽ സ്ഥലത്ത് നിന്ന് നമ്മൾ സാധനം വാങ്ങിച്ചു, അപ്പോൾ നമുക്ക് കാശ് കൊടുക്കണമെന്ന് അറിയാം, നമ്മൾ സത്യസന്ധനാണ്, അതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ ട്രൈ ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ കാശ് എത്തിക്കാൻ നോക്കും. പക്ഷെ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച ആൾ ഒരു പക്ഷേ അയാൾക്ക് സത്യസന്ധനായിരിക്കാം, പക്ഷേ അയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് അയാൾക്ക് കാശ് തരാൻ സാധിച്ചില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് ഭയങ്കരമായ ക്ഷീണം വരും. ഇത് എത്രയോ ആൾക്കാർ പിന്നെ ബിസിനസ് പൂട്ടിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ കടം കൊടുത്തിട്ട് കടം തിരിച്ച് കാശ് കിട്ടാതെ പൂട്ടിപ്പോയിട്ട്. ഇത് നമ്മുടെ നാട്ടിലും എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, ഇവിടെയും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. കടം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി ഇല്ല. ഓക്കെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് കാര്യമായൊരു കാര്യമാണ്. 2, ഈ പറഞ്ഞ സത്യസന്ധത. നമ്മൾ സാധനം വിൽക്കുമ്പം എന്താണ് അതിനകത്ത് കുറവുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്താണെന്നുള്ളത് നേരെ ചൊവ്വേ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ അടുത്തുള്ള ട്രസ്റ്റ്, നമ്മുടെ അടുത്തുള്ള വിശ്വാസം അവർക്ക് വളരെയധികം വർദ്ധിക്കും. പിന്നെ നമ്മളും അവരുമായിട്ടുള്ള ബിസിനസ് അവർക്ക് നമ്മുടെ അടുത്ത് നിന്ന് കണ്ണുമടച്ച് വാങ്ങിക്കാനുള്ള ഒരു ധൈര്യം വരും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ്, ഈ ടേൺ ഓവർ എന്ന് പറയുന്ന സംഗതി, അതും ഒരു ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. ചെറിയ പ്രോഫിറ്റ് വന്നാൽ വിൽക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ 3 പോളിസീസ് വളരെയധികം പ്രാക്ടിക്കലാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഓൺ ടോപ്പ് ഓഫ് ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ, അതിന് മുകളിൽ നമ്മൾ കസ്റ്റമേഴ്സായിട്ട് എപ്പോഴും നല്ലൊരു പ്രസന്ന വദനം, നമ്മൾ ചിരിച്ച് അവരെ റിസീവ് ചെയ്യുക, ചിരിച്ച് അവരെ അയക്കുക,
നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. ഞാൻ എൻ്റെ അടുത്ത് ആൾക്കാർ വന്നാൽ ഞാൻ എന്തെങ്കിലും സാധനം വിറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും തമാശ പറയും. ഒന്നെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാണ്, അവർ ക്രെഡിറ്റ് കാർഡ് തന്ന് ഞാൻ ക്രെഡിറ്റ് കാർഡ് ഓടിച്ച് അതായത് പിന്നെ സ്വൈപ്പ് ചെയ്ത് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് കാർഡ് വേണോ, ഞാൻ വെച്ചോട്ടെ എന്ന് ചോദിക്കും. അതായത് അറിയാമല്ലോ, കാർഡ് തിരിച്ചു കൊടുക്കണമെന്നുള്ളത് എനിക്കറിയാം, അവർക്കും അറിയാം തിരിച്ച് കിട്ടണമെന്നുള്ളത്. പക്ഷേ ഇത് ചോദിക്കുമ്പോൾ അവർക്ക് ഓരോരുത്തരുടെയും എക്സ്പ്രഷൻ വേറെയാണ്. അതേപോലെ തന്നെ ചില ആൾക്കാർ ഇപ്പം $100 ബില്ല് കൊണ്ട് തന്ന് ഒരു $100 നോട്ട് തന്ന് ഞാൻ അവർക്ക് ചിലപ്പം $30 $40 തിരിച്ചു കൊടുക്കാനുണ്ടാവും, ബാലൻസ് കൊടുക്കാനുണ്ടാവും. പക്ഷേ ഞാൻ ചോദിക്കും, ഞാൻ ബാലൻസ് വേണോ എന്ന് ചോദിക്കും. അപ്പോൾ ചില ആൾക്കാരുടെ കണ്ണ് തുറിച്ച് വരുന്നത് കാണാം. പക്ഷേ അവർക്കറിയാം ഈ തമാശ പറയുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞ് ആൾക്കാരെ നല്ലൊരു ബന്ധം സ്ഥാപിച്ച് പിന്നെ അവർ നമ്മളുമായിട്ട് ഒരു ആത്മാർത്ഥമായ ബന്ധം ഉണ്ടാവും. പിന്നെ നമ്മുടെ അടുത്ത് സാധനം വാങ്ങിക്കാൻ നമുക്കൊന്നും അതായത് വിൽക്കാൻ നമ്മളധികം മെനക്കെടേണ്ട കാര്യമില്ല. ഓൾറെഡി അവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവർ നമ്മളെ അന്വേഷിച്ച് വരും. ഇതുപോലെ യഹൂദികൾ അന്വേഷിച്ച് വന്നിട്ടുണ്ട് എൻ്റെ സ്റ്റോറിൽ. അപ്പോൾ ഞാൻ പറയാൻ കാരണം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ്, പ്രസന്നവദനം, ഫ്രണ്ട്ഷിപ്പ്, ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ കാശിന് വേണ്ടിയുള്ള ഫ്രണ്ട്ഷിപ്പല്ല, ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ അത് ആൾക്കാർ തിരിച്ചറിയും. നമുക്കെല്ലാവർക്കും ജെനുവിൻ എന്താണ്, ഫേക്ക് എന്താണെന്ന് നമുക്കറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെയാണ് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇൻഷാ അല്ലാ ബിസിനസ് ഞാനെങ്ങനെ തുടങ്ങി, എങ്ങനെ ഇതെത്തിപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത് വേറൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.